ഭക്ഷണം കഴിച്ചിട്ട് വയർ ഫുള്ളായിട്ട് ഇരിക്കുന്നുള്ളൂ. ശരിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ ബർത്ത്ഡേ? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ബർത്ത്ഡേ? നിധി ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായാ? ഉണ്ടായിരുന്നു അങ്ങനെ മാത്രം പറയരുത് കേട്ടോ. അതാ കവറിലില്ലേ അമ്മേ പൊന്നൂസിന്റെ ചെരുപ്പ്? അപ്പൊ ചേട്ടൻ മാത്രം കൊളായി അല്ലേ? കൊളോക്കിലാക്കിയത്. അപ്പൊ പോയാലോ? പോവാ. നോക്കോ? നോക്ക് നോക്ക് ചേട്ടത് നാളെ വന്നിട്ടേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൃഷ്ടിസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിധിക്കുട്ടിയുടെ പിറന്നാളിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് തട്ടിക്കൂട്ടി ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഗായ്സ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ബലൂൺ കൊണ്ടൊരു ആർച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം ആയത് കാരണം ഞങ്ങൾക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ ഒരു ചെറിയൊരു ബർത്ത്ഡേ ഞങ്ങൾ ഗ്രാൻഡാക്കി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെയൊക്കെ ആയി ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആർച്ചിൻ്റെ ഒരു ഷേപ്പാണ് ഇട്ടായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ നിധിക്കുട്ടിയുടെ 3ാമത്തെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഇന്ന്. അപ്പോൾ നമ്മൾ നിധിക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, പർപ്പിൾ തന്നെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന നമുക്കൊന്നും മാച്ചായിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നമ്മൾ നേരത്തെ തന്നെ ഇതിനു വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബലൂണൊക്കെ നമ്മൾ ഓൺലൈൻ വഴി തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സ് ചെരുപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ കളറിൽ തന്നെ കിട്ടി. ഇനി നമുക്ക് നിധിക്കുട്ടിനെ റെഡിയാക്കാനുള്ള കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അവളെ റെഡിയാക്കാനുള്ളൊരു തന്ത്രപ്പാടിലേക്കാണ് ഇനി നീതു പോകാൻ പോകുന്നത് കേട്ടോ ഗൈസ്. നിധി ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഗൈസ് ഭയങ്കര ഒരു ത്രില്ലിങ്ങിലായിരുന്നു. പുതിയ ഉടുപ്പിടാനും കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര. അപ്പം നല്ല എന്താ പറയുക, ആളെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു ക്യൂട്ട് ഏഞ്ചലിൻ്റെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിലൂടെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആളെ കാണാനായിട്ട്. അപ്പോൾ ഫോട്ടോ ഇത് റെഡി ആവൽ കഴിഞ്ഞിട്ട് ജസ്റ്റ് പിന്നെ പുറത്തൊരു ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ നമ്മുടെ വക തന്നെയാണ്. അപ്പം അമ്മയുടെ കൂടെയുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ നിധിയുടെ ഫോട്ടോഷൂട്ടും പവറും ഷൈനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഗൈസ് നമ്മളിനി അടുത്തത് നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ കേക്ക് കട്ടിങ്ങും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത ഫുഡിൻ്റെ പരിപാടിയിലേക്കാണ്. അപ്പോൾ ഫുഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ നിലക്കുട്ടിയുടെ സ്കൂൾ ബസ്സിലെ ചേച്ചിമാരാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ ലേറ്റായി 8 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ആദ്യം ഭക്ഷണം കൊടുത്ത് അവരെ വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളും പോരാൻ തിരക്ക് പിടിച്ച് നിൽക്കുന്നത് കാരണം ഞങ്ങളും സൈഡിൽ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ ഗൈസ്. ഒറ്റ മോള
ആ മൂന്നാം പാപ്പൻ്റെ അടുത്ത് ആ ബ്രേക്ക് ഡാൻസ്. മാറിപ്പോയതല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ഗൈസ് അവരും പോവാണ്, ഞങ്ങളും പോവാൻ ടു ഗൈസ്. അമ്പാ അപ്പോൾ അവർ പോയ ഗ്യാപ്പിൽ കുറച്ച് നേരം കൂടി ഇരുന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഗൈസ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പോരുമ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 11 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എത്തുമ്പോൾ 12 മണിക്ക് മുന്നായിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരേക്കും ബായ്. പൊന്നുസേ വാ ഉണ്ട്.